യെസ്, നമുക്ക് അങ്ങനെ ഫൈനലി ടോം ക്രൂസിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഡെത്ത് റെക്കണിംഗ് പാർട്ട് 2 എന്നായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് പേര് വരേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഫൈനൽ റെക്കണിംഗ് എന്നാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ പേര് നമുക്ക് കാണാൻ കഴിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്തതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. സോ എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ ട്രെയിലർ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സോ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു ട്രെയിലർ എന്നുള്ളൊരു കാര്യം. സോ ഹിയർ വി ഗോ. ഓക്കെ, ഐക്കോണിക് BGM ആണ് ആ കേൾക്കുന്നത്. ഓക്കെ, ഈതൻ ഹണ്ട്, ഓട്ടം നമ്മുടെ ഐക്കോണിക്. ഓ, എല്ലാ സിനിമയുടെയും ത്രോ ബാക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആക്കി ഡെത്ത് റെക്കണിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വില്ലൻ നടന്നു പോണ വെച്ച ക്ലിഫ് ഹാങ്ങർ വെച്ചായിരുന്നു ഫസ്റ്റ് സിനിമ തീർന്നിട്ടുണ്ടായിരുന്നു. ഓ, ഫൈനലി ഒരു സബ്മറൈൻ്റെ അകത്ത് കയറി. നെക്സ്റ്റ് ഇയർ കുറെ ഓട്ടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓ, പുതിയ വെള്ളത്തിന്റെ അടി മുങ്ങിക്കിടന്നിട്ടുള്ള സ്റ്റണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ആക്ഷൻസ്, ഫ്ലൈറ്റ് ആക്ഷൻസ്, ഏരിയൽ കോമ്പാക്ട്. ഓക്കെ, അതിന്റെ പൊക്കത്തുനിന്ന് ചാടനാണ് ഇനിയുള്ള ഇത്തവണത്തെ സ്റ്റണ്ട്. വൺ ലാസ്റ്റ് ടൈം, ദ ഫൈനൽ റെക്കണിംഗ്. മെയ് 2025 സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഡെത്ത് റെക്കണിംഗ് പാർട്ട് 1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആദ്യം നമുക്ക് ഈ ഒരു സിനിമയുടെ പുതിയ പൊസിഷനിങ്ങിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഒറിജിനലി ഈ സിനിമയ്ക്ക് പേര് വരേണ്ടിയിരുന്ന ഡെത്ത് റെക്കണിംഗ് പാർട്ട് 2 എന്നായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണ് അതൊരു ചേഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ സത്യം പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു. യെസ്, കുറേ അതായത് കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അവതാറിൻ്റെ ഒക്കെ കൂടിയായിരുന്നു അത് ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. സോ ആ സമയത്ത് ഈ ഫിലിമിൻ്റെ ബഡ്ജറ്റ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അവർക്ക് സത്യം പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ ഒരു പരാജയം തന്നെയായിരുന്നു ഡെത്ത് റെക്കണിംഗ് പാർട്ട് 1. സോ ബേസിക്കലി നമുക്കറിയാമല്ലോ, സിനിമ എന്ന് പറയുന്നത് തന്നെയാണെങ്കിലും അതും സത്യം പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് അതിനകത്തു നിന്നൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സിനിമ ഒരു സൈബർട്ടേനിയസ്ലി ഷൂട്ട് ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസിൽ അധികം ഇത് എന്താ പറയുക ഒരു തരംഗം സൃഷ്ടിക്കാതെ പോയിട്ടുണ്ടായിരുന്ന റീസൺ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്ലോട്ട് ഭയങ്കര ടിപ്പിക്കലായിട്ടുള്ളൊരു പ്ലോട്ട് തന്നെയായിരുന്നു. അതായത് ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ വില്ലനാക്കി കൊണ്ടുവരുന്ന, പിന്നെ ഈ കീയ്, പിന്നെ സിനിമ എൻഡ് ചെയ്ത് ഭയങ്കര വലിയൊരു ക്ലിഫ് ഹാങ്കറി വെച്ച് തന്നെയായിരുന്നു. കാരണം ഒരു സബ്മറൈൻ്റെ പ്ലോട്ടൊന്നും നമുക്ക് പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും ഒബ്വിയസ്ലി. സോ ഈ സിനിമയുടെ പേര് അവർ ഉദ്ദേശിച്ചിരുന്നത് ഡെത്ത് റെക്കണിംഗ് പാർട്ട് 2 എന്നായിരുന്നു. പക്ഷെ അത് ഫൈനൽ റെക്കണിങ്ങിലേക്ക് അവർ മാറ്റിയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവർ ഈ ഒരു സിനിമ മാർക്കറ്റ് ചെയ്യണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും മിഷൻ ഇമ്പോസിബിൾ സീരീസിലെ അവസാനത്തെ സിനിമ. ഇതാണ് അവരുടെ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ഈതൻ ഹണ്ട് പറയുന്നൊരു ഡയലോഗും കൂടി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വൺ ലാസ്റ്റ് ടൈം. നമ്മുടെ എന്താ പറയുക, ഡൊമിനിക് ടൊറേറ്റോ കുറേ കാലമായിട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്, വൺ ലാസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെയെങ്കിലും അവർക്ക് മുടക്ക് മുതൽ തിരിച്ച് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് എനിക്ക് സത്യം തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ അവർ സിനിമയുടെ പേര് തന്നെ മാറ്റിക്കളയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കാരണം ഒറിജിനൽ ടൈറ്റിൽ ഡെത്ത് റെക്കണിംഗ് പാർട്ട് 2 എന്ന് തന്നെയായിരുന്നു. സോ ഇപ്പോൾ അവർ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതായിരിക്കും ഈ ഒരു സീരീസിലെ തന്നെ അവസാനത്തെ സിനിമ. ടോം ക്രൂസ് ഇനി ഒരു മിഷൻ ഇമ്പോസിബിൾ സിനിമ പോലും ചെയ്യില്ലെന്നാണ് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഇത് എത്രത്തോളം ശരിയാകുമോ തെറ്റായിരിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അപ്ഡേറ്റ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതാണ് നമുക്കിപ്പോൾ ഈ ഒരു സിനിമയുടെ ആ ഒരു കഴിഞ്ഞിറങ്ങിയ സിനിമയുടെ ബോക്സ് ഓഫീസിൻ്റെ ഇഷ്യൂ കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ഈ ഒരു സിനിമ പൊസിഷൻ ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് മിഷൻ ഇമ്പോസിബിൾ സിനിമ ഏതാ? എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഗോസ്റ്റ് പ്രോട്ടോകോൾ ആയിരുന്നു. പിന്നെ മിഷൻ ഇമ്പോസിബിൾ 2 ഇത് രണ്ടുമായിരുന്നു എൻ്റെ ടോപ്പ് ഫേവറേറ്റ് വരുന്ന മിഷൻ ഇമ്പോസിബിൾ സിനിമ. പിന്നെ നമ്മുടെ ഹെൻറി കാവിലുള്ള സിനിമ ഉണ്ടല്ലോ, മറ്റേ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറയുക, ഷോട്ട് ഗണ്ണ് ഇത് ചെയ്യുന്ന പോലെയൊക്കെ ഇവിടെ ഇടി വെക്കുന്നത്. എന്തായിരുന്നു ആ സിനിമയുടെ പേര്? ഞാൻ മറന്നുപോയി. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ട്രെയിലർ? ഇത് അവസാനത്തെ സിനിമ ആയിരിക്കുമോ? നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന റെഡ് റെക്കണിംഗ് പാർട്ട് 1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. ഈ സിനിമയ്ക്കകത്ത് എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ സ്റ്റണ്ട്? നമ്മളിപ്പോൾ കണ്ട് ടോം ക്രൂസ് അണ്ണ മറ്റേ ഫ്ലൈറ്റിൻ്റെ, അതായത് പ്ലെയിനിൻ്റെ പൊക്കത്തൂടിയൊക്കെ ചാടുന്ന നമ്മൾ കണ്ട്. ചിലപ്പോൾ ഒരു പ്ലെയിനിൽ നിന്ന് മറ്റൊരു പ്ലെയിനിലേക്ക് ചാടുന്ന ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ഏറ്റവും വലിയ സ്റ്റണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയില്ല, സിനിമ ഇറങ്ങിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിഗണിക്കാവുന്ന തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.